ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് തൃശ്ശൂരിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആർട്ടിസൻ ബേക്ക് ഹൗസ് കം റെസ്റ്റോ കഫേ ആയ ദ ലില്ലീസിലേക്ക്. ഫേവറേറ്റ് എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ ഏതൊരു ഫുഡ് പ്രൊഡക്റ്റ് സെർവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോഴും അത് ഇവരുടെ കേക്ക്സ് ആയാലും ശരി, പേസ്ട്രീസ് ആയാലും ശരി, ജലാറ്റോസ് ആയാലും ശരി, ബ്രെഡ്സ് ആയാലും ശരി, ക്രോസോൺസ് ആയാലും ശരി, ഹോട്ട് ബേക്സ് ആയാലും ശരി, അതിലുള്ള ആ പെർഫെക്ഷൻ അല്ലെങ്കിൽ ഗ്ലാമർ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കും ടോപ്പ് നോച്ച് ആണ് ഇവരുടെ ഫുഡ് പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ആയാലും ടേസ്റ്റ് ആയാലും പ്രസന്റേഷൻ ആയാലും. എല്ലാ പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവരോട് തന്നെയാണ് കമ്പീറ്റ് ചെയ്യുന്നത്, വേറെ ആരോടും അല്ല. കാരണം കസ്റ്റമേഴ്സിന് ഒരു ഫുഡ് പ്രോഡക്റ്റ് അത് എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം, എന്തൊക്കെ ഉപയോഗിച്ച് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവർ ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് തോട്ട്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ഫൈനലി അവരുടെ ഫുഡ് പ്രോഡക്ട്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് കൂടുതലും ഞാൻ കണ്ടത് ഇവിടെയാണ്. അപ്പൊ ഇത്രയ്ക്കും ഇന്നോവേറ്റീവ് കൺസെപ്റ്റ്സ് നമ്മുടെ തൃശ്ശൂരിന് തന്നതിന് ഹാറ്റ്സ് ഓഫ് ടു ദി ലില്ലീസ്. എല്ലാ പ്രാവശ്യവും ഈ ഒരു കൗണ്ടറിന്റെ അടുത്ത് വന്ന് നിന്നാൽ ഒരേ ഒരു എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ മാജിക് ആണെന്ന് പറയാം. ഡം സ്ട്രക്ക് ആയിട്ട് അവിടെ തന്നെ നിൽക്കും, ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. അത്രയ്ക്കും ടെംപ്റ്റിംഗ് ആൻഡ് അഡിക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ വിസിറ്റിന് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു ഫൈൻ ഡൈൻ ആംബിയൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. പക്ഷേ ഈയിടെ ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് കോണ്ടിനെന്റൽ ഫ്യൂഷൻ ഫുഡ് മെനു ലോഞ്ച് ചെയ്തത് എത്ര പേർക്ക് അറിയാം? എന്തായാലും ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്. എനിവേസ്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പൊ ഇവരുടെ കുറച്ച് ഫുഡ് ഐറ്റംസ് കഴിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇവരുടെ ആ ഒരു ഫൈൻ ഡൈനിങ് മെനു. നല്ല ഓസം സ്റ്റാർട്ടേഴ്സിൽ നിന്നുമാണ് തുടക്കം. അതായത് നല്ല ബ്രെത്ത് ടേക്കിംഗ് പ്രസന്റേഷൻ. അത് ഇവരുടെ വെജിറ്റേറിയൻ ഐറ്റംസും ഉണ്ട്, പിന്നെ നോൺ വെജ് ഐറ്റംസിലും ഉണ്ട്. അതിൽ പ്രോൺസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ചിക്കനും ഉണ്ട്. അടുത്തത് ഇവരുടെ സിഗ്നേച്ചർ ബർഗേഴ്സ് ആൻഡ് സാൻഡ്വിച്ചസ് ആണ്. അതും വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജ് ഓപ്ഷൻസിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രെഡുകളെല്ലാം, അതായത് ഇവരുടെ ഫൊക്കാച്ചിയ ആയാലും ക്വാസോങ് ആയാലും ബ്രിയോഷ് ആയാലും പനീനി ആയാലും എല്ലാം ഇവരുടെ ബേക്ക് ഹൗസിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പാസ്ത ലവേഴ്സിന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്, അവിടെയും വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ സെലക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഇംഗ്ലീഷ് സാലഡ് വരുന്നുണ്ട്, അതിലേക്ക് 3 ആഡ് ഓൺസും വരുന്നുണ്ട്. അടുത്തത് ഇവരുടെ പ്ലാറ്റ്സ് പ്രിൻസിപ്പോ ഡെലീസസ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ മെയിൻ കോഴ്സ് മീൽസ്. ഇതിലും ഇവരുടെ വളരെ സെലക്റ്റീവ് ആയ കുറച്ച് ഫ്യൂഷൻ ഡിഷസ് ആണുള്ളത്. അടുത്തത് ഇവരുടെ മിൽക്ക് ഷേക്സ് ആണ്, അതായത് വളരെ അട്രാക്റ്റീവ്, കളർഫുൾ ആൻഡ് സെലക്റ്റീവ് മിൽക്ക് ഷേക്സ്. പിന്നെ കോഫി ലവേഴ്സിനായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. പിന്നെ വെരി കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള മൊഹിറ്റോസ് ഉണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് കോൾഡ് മോക്ടെയിൽസ് ഉണ്ട്. പിന്നെ ടോപ്പ് ചോക്ലേറ്റ് ബ്രാൻഡായ കാലിബോട്ടിന്റെ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ പലതരം ചായകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ കുറച്ച് ഷെഫ്സ് റെക്കമെൻഡഡ് ബെസ്റ്റ് സെല്ലേഴ്സ് ആണ് ഓർഡർ ചെയ്തത്. ആദ്യം എത്തിയത് ഈ ഒരു ബ്യൂട്ടിഫുള്ളി പ്രസന്റഡ് വെജിറ്റേറിയൻ സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഇതാണ് സാഫ്രൺ റിസോട്ടോ അറഞ്ചിനി, പ്യോർ ഇറ്റാലിയൻ സ്റ്റാർട്ടർ. ഈ ബാംബു ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആവാനാണ് ചാൻസ്. അതിലൂടെ ആ സാഫ്രൺ സോസ് ഒഴിക്കുമ്പോൾ അത് താഴെ ചെന്ന് ഇറങ്ങി റിസോട്ടോ അറഞ്ചിനീസ് അതിൽ സോക്ഡ് ആവുകയും അതേപോലെ അതിന്റെ മേലെ ബാക്കിയുള്ള സാഫ്രൺ സോസ് ഒഴിച്ചിട്ടാണ് ഇവരിത് സെർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ ഒരു അരഞ്ചീനി അല്ലെങ്കിൽ ലിറ്റിൽ ഓറഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ ഓറഞ്ചസ് പോലെ തോന്നിക്കുന്നത് കൊണ്ടാണ് അതിനെ ഇങ്ങനെ വിളിക്കുന്നത്. നല്ല എക്സലന്റ് സ്റ്റാർട്ടർ. ഇറ്റാലിയൻ ക്രീമി റൈസും തിൻ സാഫ്രൺ സോസും കൂടി മിക്സ് ചെയ്ത് അതിന്റെ നടുവിലേക്ക് മൊസറല്ല ചീസ് വെച്ച് ബോൾ പോലെ ആക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് ക്രിസ്പിയായി ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു കിഡിലൻ സംഗതി. അപ്പോഴത്തേക്കും ഇവരുടെ മറ്റൊരു വെൽ പ്രസന്റഡ് സ്റ്റാർട്ടറും കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ഡൈനമൈറ്റ് പ്രോൺസ്. ഇതും ബാംബോയിൽ തന്നെയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പലയിടത്തും ഇത് മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടത്തെ ലുക്ക് കുറച്ച് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ചെറിയ പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാവ്, അനദർ എക്സലന്റ് സ്റ്റാർട്ടർ. അതായത് നല്ല ഫ്രഷ്, ജ്യൂസി ആൻഡ് ഫ്ലഷി പ്രോൺസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മിക്കയിടത്തും ഇത് കോൾഡ് ആയിട്ടാണ് സെർവ് ചെയ്യുക, പക്ഷെ ഇവിടെ ഇത് ഹോട്ട് ആയിട്ടാണ് സെർവ് ചെയ്തത്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഡൈനമൈറ്റ് സോസ് ആയാലും പലയിടത്തും ഹോട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യുക, പക്ഷെ ഇവിടെ കുറച്ച് ഹോട്ട് ആൻഡ് ടാങ്കി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതേപോലെ പുറത്ത് നല്ല ക്രിസ്പി ഫ്രൈഡ് കോട്ടിംഗ് ആണെങ്കിലും ഉള്ളിൽ നല്ല ജ്യൂസി ഫ്ലഷ് ആണ്. അപ്പോൾ ഒരു സീ ഫുഡ് ലവർ ആണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഇവരുടെ ഒരു മസ്റ്റ് ട്രൈ ബെസ്റ്റ് സെല്ലർ തന്നെയാണ്.
പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ മറ്റൊരു ഷെഫ്സ് റെക്കമെൻഡഡ് ബെസ്റ്റ് സെല്ലർ ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ ഗ്രിൽഡ് സ്മാഷ്ഡ് ബീഫ് ബർഗർ. ശരിക്കും ഒരു ഹോൾ മീൽ ആയിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. വെരി ടെംപ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ് ലുക്ക് ആണ്. നല്ല ഫുള്ളി സ്റ്റഫ്ഡ് ബർഗർ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൽ ഫില്ലിംഗ് ആയി വരുന്നത് നല്ല സ്മാഷ്ഡ് ഗ്രൗണ്ടഡ് ടെൻഡർലോയിൻ ബീഫ് പാറ്റി ആണ്. അതിന്റെ കൂടെ ചീസും ടൊമാറ്റോസും ലെറ്റ്യൂസും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബൺ വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആണ്. അപ്പൊ ഇതിൽ നിന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല അടിപൊളി ബീഫ് ബർഗർ. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ബീഫ് പാറ്റി ലിറ്ററലി സ്മാഷ്ഡ് ആയിരുന്നു. അത്രയ്ക്കും സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ബർഗർ ബണ്ണല്ല, ബ്രിയോഷ് ബണ്ണാണ്. ബട്ടർ ആൻഡ് മിൽക്ക് കണ്ടന്റ് കൂടുതലുള്ള. ഇതിലുള്ള കേജൻ ഫ്രൈസ് ആ ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല പെർഫെക്റ്റ് സ്പൈസി കേജൻ സീസണിങ്ങോട് കൂടിയുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇനി ഇതിന്റെ കൂടെയുള്ള ഹാലപ്പീനോ ആ ഡിപ്പിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല സ്വീറ്റ് ആൻഡ് സ്പൈസി ഫീലിംഗ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഹാലപ്പീനോ റോ ആയിട്ട് കഴിക്കുന്നത്. വിചാരിച്ചത്ര ഓവർ സ്പൈസി ഒന്നും ആയിരുന്നില്ല. ഒരു പക്ഷേ ഇവരുടെ ആ സ്പെഷ്യൽ ഡിപ്പിൽ മുക്കി കഴിച്ചത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഐറ്റം മെനുവിൽ കണ്ടതായി ഓർമ്മ വരുന്നില്ല. പക്ഷെ ഇത് എന്താണെന്ന് പതുക്കെ തുറന്നപ്പോ ഒരു ഐഡിയ കിട്ടി. നമ്മളിൽ ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, തീയില്ലാതെ പുകയുണ്ടാകുമോ എന്ന്. എന്നാ അത് നേരിട്ട് കണ്ടോ. വണ്ടർഫുൾ പ്രസന്റേഷൻ വൺസ് അഗെയിൻ. അപ്പൊ ഇതാണ് ഇവരുടെ പോമഗ്രാനൈറ്റ് ആൻഡ് ആപ്പിൾ സാംഗ്രിയ. ഇത് കാണുമ്പോൾ ശരിക്കും 2 പേർക്ക് കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൽ നിന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. നല്ല നാച്ചുറൽ മൊഹിത്തോ. അതായത് ഫ്രഷ് പൊമോഗ്രാനൈറ്റ് ആൻഡ് ആപ്പിൾ മിക്സ് ചെയ്ത് അതിലേക്ക് ആപ്പിൾ സ്ലൈസസും ലെമൺ സ്ലൈസസും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കിഡിലൻ മൊഹിത്തോ. അങ്ങനെ ഫൈനലി നമ്മുടെ മെയിൻ കോഴ്സ് മീൽ എത്തിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ഐറ്റം മിസ്സിംഗ് ആണല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഷെഫ് അത് കൊണ്ടുവന്നത്. അപ്പൊ ഇതാണ് ഇവരുടെ ക്രോക്ക് പോട്ട് പുൾഡ് റോസ്മേരി ബീഫ്. ഓൾമോസ്റ്റ് 5 to 6 hours വരെ റോസ്മേരിയും പുൾഡ് ബീഫും ഗാർലിക് ഒക്കെ ആയിട്ട് സ്ലോ കുക്ക് ചെയ്തൊരു ഡിഷാണ്. ഇത് തുറന്നപ്പോ തന്നെ നല്ലൊരു ഫ്രേഗ്രന്റ് അരോമ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു. ബീഫ് സ്റ്റേക്കിന്റെ കൂടെ ഗാർണിഷിങ്ങിനായിട്ട് പലപ്പോഴും റോസ്മേരി ആഡ് ചെയ്യാറുണ്ട്. അത് മീറ്റിന്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻറിച്ച് ചെയ്യുമെന്നാണ് പറയാറ്. അപ്പൊ ഇതിന്റെ കൂടെ ഹുമൂസ് വരുന്നുണ്ട്. നമുക്ക് ആ ഹുമൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രീമി ഹുമൂസ്. ശരിക്കും ഒരു പെർഫെക്റ്റ് ലെബനീസ് ഹുമൂസ് തന്നെയാണ്. പിന്നെ ഇതിന്റെ കൂടെ ലെബനീസ് സാലഡും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. ഇതിൽ ഗ്രീൻ ആപ്പിളിന്റെ സോസ് ഒഴിച്ചിട്ടുള്ള ഒരു സാലഡാണ്. പിന്നെ ഇതിന്റെ കൂടെ ലെബനീസ് റൈസും സെർവ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരു തിൻ ലോങ് ഫ്ലേവേർഡ് റൈസ് ആണെന്ന്. ഇത് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. നല്ല അറബിക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല ഫ്ലേവേർഡ് റൈസ് ആണ്. ഇവരുടെ പുൾഡ് ബീഫായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ നമുക്കിനി ആ ഒരു സ്പെഷ്യൽ സോസ് എടുത്ത് ആ പുൾഡ് ബീഫിലേക്ക് ഒന്ന് ഒഴിച്ച് ആ പുൾഡ് ബീഫും റോസ്മേരിയും ഗാർലിക്കും എല്ലാം മിക്സ് ചെയ്ത് അത് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കാം. വാവ്, എക്സലന്റ് പുൾഡ് ബീഫാണ്. അതായത് ഇത്രയും നേരം സ്ലോ കുക്ക് ചെയ്തത് കൊണ്ട് ആ ബീഫൊക്കെ വളരെ സോഫ്റ്റ് ആയിരുന്നു. ശരിക്കും ഫൈബർ പോലുള്ള ടെക്സ്ചർ ആയിരുന്നു. പിന്നെ അതിന്റെ കൂടെ റോസ്മേരിയുടെയും ഗാർലിക്കിന്റെയും ഗാർണിഷിംഗ് കൂടി ആയപ്പോ കുറച്ചും കൂടി റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ നമുക്കിനി ഇത് ആ റൈസും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. നല്ല പെർഫെക്റ്റ് കോമ്പിനേഷൻ. അതായത് ഇത് ട്രൂ ലെബനീസ് ഡിഷ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ലെബനീസ് കോണ്ടിനെന്റൽ ഫ്യൂഷൻ ഡിഷാണ്. ഫൈനലി ആ ലവാഷ് ബ്രെഡ് ഹുമൂസിൽ മുക്കി കഴിച്ചു നോക്കി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലവാഷ് ബ്രെഡ് ആദ്യമായിട്ടാണ് ഈ രൂപത്തിൽ കഴിക്കുന്നത്. അപ്പൊ ഇത്രയും നല്ല ഡെലീഷ്യസ് ലഞ്ച് കഴിച്ചതിന് ശേഷം ഡെസേർട്ട് ആയിട്ട് ഓർഡർ ചെയ്തത് ഈ ഒരു ഐറ്റമാണ്. ഈ വർഷത്തെ ക്രിസ്മസിൽ ഫാസ്റ്റ് മൂവിംഗ് ബെസ്റ്റ് സെല്ലറായ ഒരു കേക്കിന്റെ 100 grams ഒരു ജാറാണ്. എനി ഗെസസ് ഫ്രണ്ട്സ്? ഇത് കഴിഞ്ഞു പോയി ഇന്ന് വിഷമത്തിലായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇതിന്റെ 100 grams അവൈലബിൾ ആണെന്ന് അറിഞ്ഞത്. അപ്പോ ഹിയർ ഇറ്റ് ഈസ് ദർ ദുബായ് ചോക്ലേറ്റ് മാക്കീസ്. ഇപ്പത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ദുബായ് ചോക്ലേറ്റ് കുനാഫയുടെ ഇവരുടെ ഒരു ഇന്നോവേറ്റീവ് ട്വിസ്റ്റഡ് വേർഷൻ ആണ്. ലിറ്ററലി ഇത് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ചെറിയ പോർഷൻ എടുത്ത് കഴിച്ചു നോക്കാം. Oh my god, excellent chocolate kunafa dessert. ചോക്ലേറ്റ് ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇതിൽ നോർമൽ ചോക്ലേറ്റ് വരുന്നുണ്ട്, പിസ്താഷ്യോ ക്രീം വരുന്നുണ്ട്, ക്രിസ്പി കുനാഫ വരുന്നുണ്ട്, ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് വരുന്നുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് പീസസ് വരുന്നുണ്ട്, പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഗോൾഡ് ഡസ്റ്റും വരുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ തന്നെ തീർക്കും, വേറെ ആർക്കും കൊടുക്കാൻ ഉദ്ദേശമില്ല. അതിന്റെ ഇടയിൽ എനിക്ക് നിങ്ങൾക്ക് ഇവരുടെ ബേക്സിന്റെ മെനു കൂടി ഒന്ന് കാണിച്ചു തരണമെന്നുണ്ട്. ഫോറിൻ കൺട്രീസിൽ കിട്ടുന്ന എല്ലാ തരം ബ്രെഡുകളും ഇവരിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ മെജോറിറ്റി ഐറ്റംസ് പ്രീ ഓർഡർ മാത്രം ചെയ്താലേ കിട്ടുള്ളൂ.
പിന്നെ ക്വാസോങ്സിലൊക്കെ ചിലത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ക്ലൂസീവ് ടേസ്റ്റിലുള്ളത് നമ്മൾ പ്രീ ഓർഡർ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇവരുടെ ഹോട്ട് ബേക്സ് ആയാലും മിക്ക ഐറ്റംസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ഇവിടെ നിന്നുമാണ് ആദ്യമായിട്ട് കാണുന്നത്. പെർഫെക്ഷൻ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഇവർക്ക് കുറച്ച് സെലക്റ്റീവ് സീസണൽ ഫ്രൂട്ട് കേക്ക്സ് വരുന്നുണ്ട്. അത് 1 kgയുടെയും വരുന്നുണ്ട്, 500 ഗ്രാംസിന്റെയും വരുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് ഓത്തന്റിക് ബ്യൂട്ടിഫുൾ ചീസ് കേക്ക്സ് വരുന്നുണ്ട്. ശരിക്കും ഫോറിൻ കൺട്രീസിൽ കിട്ടുന്ന അതേ ആ ടേസ്റ്റും ഫീലുമാണ്. ഇതിൽ കുറച്ചൊക്കെ ഗിഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരിട്ട് ടേസ്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ആണ്. ഇതിലും 1 kg ആൻഡ് 500 ഗ്രാംസ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് സെലിബ്രേഷൻ കേക്ക്സ് വരുന്നുണ്ട്. അപ്പൊ ഇത് പ്യോർലി പ്രീ ഓർഡർ ബേസിസിലാണ് ഇവർ കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ച് ഏത് ഡിസൈനിലും ഇത് ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ മിക്ക കേക്ക്സും 1 kg അബവ് വെയിറ്റ് വരുന്ന കേക്ക്സ് ആണ്. പിന്നെ ഇങ്ങനത്തെ കേക്ക്സിന് മാക്സിമം 2 to 3 days ഷെൽഫ് ലൈഫും വരുന്നുണ്ട്. പിന്നെ ഇവരുടെ കുറച്ച് സിഗ്നേച്ചർ ഡ്രീം കേക്ക്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കുറച്ച് സിഗ്നേച്ചർ ഹോൾ കേക്ക്സും വരുന്നുണ്ട്. ഇതിൽ ചിലതൊക്കെ ഇവിടെ കൗണ്ടറിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കേക്ക്സ് ആണ്. വളരെ ടെംപ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിലും 1 kg ആൻഡ് 500 ഗ്രാംസിന്റെ മെഷർമെന്റിൽ വരുന്നുണ്ട്. ഇതിലുള്ളതിൽ മിക്കതും ഇവരുടെ ബെസ്റ്റ് സെല്ലർ കേക്ക്സ് തന്നെയാണ്. അതായത് ഓർഡിനറി ഒക്കേഷൻസിനെല്ലാം ഈ കേക്ക്സ് ആണ് കൂടുതലും പോകുന്നത്. ഇത്രയ്ക്കും ഫാബുലസ് കേക്ക്സ് കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കസ്റ്റമേഴ്സ് ഒക്കെ ഇത്രയും നല്ല കേക്ക്സ് ഓർഡർ ചെയ്ത് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ മെസ്ഡപ്പ് ആയിട്ട് കഴിക്കാൻ തോന്നുന്നത് എന്ന്. സത്യത്തിൽ ഇതിങ്ങനെ കണ്ടിരുന്ന് ആസ്വദിക്കാനാണ് തോന്നുന്നത്. വളരെ സിലി തോട്ടാണെന്ന് അറിയാം. പിന്നെ ഇവർക്ക് കുറച്ച് സെലക്റ്റീവ് മിൽക്ക് കേക്ക്സ് ഉണ്ട്. അത് ഇവരുടെ ചെറിയ ബോക്സസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവരുടെ സെലക്റ്റീവ് ജലാറ്റോസ് ഉണ്ട്. അത് ഓത്തന്റിക് ജലാറ്റോസ് ആണ്. ഇത്രയും ക്വാളിറ്റിയുള്ള ജലാറ്റോസ് തൃശ്ശൂർ വേറെ എവിടെയും കണ്ടിട്ടില്ല. സ്പെസിഫിക് കണ്ടീഷൻസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിന് 2 weeks വരെ ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഇവരുടെ ഈ ഗിൽട്ട് ഫ്രീ ഇൻഡൾജൻസ് മെനുവിനെ കുറിച്ചാണ്. ഇത് ഷുഗർ ഫ്രീ അല്ല, ലോ GI അല്ലെങ്കിൽ ലോ കാലറീസ്, ലോ ഫോഡ് മാപ്പ് വാല്യൂസ് ഉള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇവർ ഈ മെനുവിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയവർക്കും അതേപോലെ ഷുഗർ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ഹെൽത്തി ഓപ്ഷൻസ് വേണമെങ്കിൽ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ 100 പാക്സിന്റെ ഒരു ഗ്യാതറിംഗ് ഇവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ഡെസേർട്ട് ഐലൻഡ് ഇവർ സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഇവിടുത്തെ ഒരു എക്സ്ട്രാordinary ആൻഡ് ബ്യൂട്ടിഫുൾ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഇത്രയും ഫൈൻ ക്വാളിറ്റി ഡെലിഷ്യസ് ഫുഡ് ഈ ഒരു ഫൈൻ ഡൈൻ ആംബിയൻസിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ ലെവലാണ്. ഇതിനെക്കുറിച്ച് അറിയാൻ വൈകിയെങ്കിലും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയി വന്ന് ഇവിടെ കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.